ഈ ഇടയ്ക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വീഡിയോ, ഒരു പെൺകുട്ടി കോളേജിന് മുന്നിൽ ഡാൻസ് കളിക്കുന്നു. നല്ല മനോഹരമായിട്ട് കളിക്കുന്നു. എന്ത് രസമായിട്ടാണ് ആ പെൺകുട്ടി ഡാൻസ് കളിക്കുന്നത്. അതിന് എതിർത്തും കൊണ്ട് എന്തോ എനിക്ക് അവരെ ടിക്ടോക്കിൽ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു സ്ത്രീയെ എന്തോ മുബീന്ന അങ്ങനെ എന്തോ ആണ് പേര്. അപ്പോൾ ഇവർ വന്നിരുന്നും കൊണ്ട് ആ പെൺകുട്ടി തട്ടമിട്ടിട്ട് ഡാൻസ് കളിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയെ ആളുകൾ ശ്രദ്ധിച്ചത്? തട്ടമിട്ട് കളിച്ചത് കൊണ്ടാണ് ആളുകൾ ശ്രദ്ധിച്ചത്. തട്ടമിട്ട് കളിച്ചത് കൊണ്ടാണ് ആ പെൺകുട്ടിയെ ജനങ്ങൾ ശ്രദ്ധിച്ചതെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. അത് കളിക്കുന്ന ആ ഡാൻസ് എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ കളിക്കുന്നത്. അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് വന്നിരുന്നും കൊണ്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റ വഴി ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അന്നേരം മുബീന്നാണ്ടാണ് ചാനലിൻ്റെ പേര്. ആള് പർദ്ദയൊക്കെ ഇട്ട് മൂടിയാണ് ഇരിക്കണത്. അത് പർദ്ദ ഇടുന്നതൊക്കെ അത് അവരോരോ ഇഷ്ടം. പക്ഷേ ഈ പർദ്ദ ഇട്ടുകൊണ്ടിരുന്നാലും മറ്റുള്ളവരെ കാര്യം പറയണത് അത് വളരെ തെറ്റാണ്. പർദ്ദ ഇട്ടിരുന്ന് സംസാരിക്കണ്ട എന്ന് ആരും പറയുന്നില്ല. അതിൻ്റെ രീതിക്കിരുന്ന് സംസാരിച്ചു. അത് വേറൊരാളിൻ്റെ കാര്യമാണ് ഇരുന്ന് പറയുന്ന. ആ കുട്ടി നല്ല മര്യാദയ്ക്കാണ് ഡ്രസ്സ് ധരിച്ചിട്ട് അത് ഡാൻസ് കളിക്കുന്നത്. എന്തോ കോളേജ് പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു. ആ കോളേജിൻ്റെ ഫ്രണ്ടിലാണ് കളിക്കുന്നത്. വേറുള്ള കൂട്ടുകാരികളും ഉണ്ട്. ഈ ഡാൻസ് കയറി അങ്ങ് വൈറലായപ്പോൾ ഇവിടെ അങ്ങോട്ട് ഭയങ്കര ചൊരുക്ക് തുടങ്ങി. അപ്പോഴും തൊട്ട് തുടങ്ങിയതാണ്. എങ്കിന്നാൽ എത്രയോ സ്ത്രീകൾ ഇൻസ്റ്റയിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അവർ തലയിൽ തട്ടമിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, എന്തെല്ലാം ചെയ്യുന്നു. അതൊന്നും പറയാനില്ല. ഈ ഒരു പെൺകുട്ടിയെ എടുത്ത് വെച്ചിട്ട് അതങ്ങനെ പറഞ്ഞു. അപ്പോഴേ എനിക്കും തോന്നി, ഇതെന്തിനിങ്ങനെ പറയണത്? അതിൻ്റെ ശരീരം വെളിയിൽ കാണിക്കുന്നില്ല. അത് ഡ്രസ്സ് ഇടാതെ നിന്ന് അത് ഡാൻസ് ചെയ്യുന്നില്ല. നല്ലതുപോലെ ശരീരം മറച്ചുകൊണ്ട് തലയിൽ തട്ടോ ഇട്ടുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി കളിച്ചത്. അപ്പോൾ ആ പെൺകുട്ടിയെ മാത്രം ഇരുന്ന് എടുത്തു വെച്ചിട്ട് പറഞ്ഞത് കൊണ്ട് അത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. അത് ഞാൻ ആ ഡാൻസ് ഇവിടെ കൊടുക്കുകയാണ്. ഇതിലെന്താണ് തെറ്റെന്ന് നിങ്ങൾ പറയണം. എന്ത് നല്ല രസമായിട്ടാണ് അത് കളിക്കുന്നത്. എവിടെയാണ് അതിൽ തെറ്റ് കാണുന്നത്? അത് മൊത്തത്തിൽ ശരീരം മറച്ചിട്ടുണ്ട്. അത് ഡ്രസ്സ് ഇടാതെയല്ല നിന്ന് കളിക്കണത്. പിന്നെ എന്തിനാണ് അതിനെ കുറ്റം പറഞ്ഞത്? എത്രയോ സ്ത്രീകൾ കളിക്കുന്നു, എത്രയോ കുട്ടികൾ കളിക്കുന്നു ഡാൻസ്. അതിലൊന്നും പറഞ്ഞില്ല. ഇതിൽ മാത്രം പറഞ്ഞപ്പം ഒരു വിഷമം തോന്നി. അങ്ങനെ ഞാൻ എടുത്ത് ചെയ്തതാണ്. ഒരുപാട് പേര് ഇത് കണ്ടിട്ട് ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് വന്നു. ഇവരെന്തിനിങ്ങനെ പറയണ്, ഇവർക്ക് മതഭ്രാന്ത് തലയിൽ കയറിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. ഇവരെ തന്നെ ഒരുപാട് വീഡിയോകൾ കാണാനിടയായി. ഈ മുബി എന്ന് പറയുന്ന ഇവരെ വീഡിയോ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് ടിക്ടോക്കിലുള്ള സമയത്ത് ഫുള്ള് ഡാൻസായിരുന്നു. മൊത്തത്തിൽ മേക്കപ്പ്. ഇപ്പം ഇവരെ ഈ വീഡിയോ തന്നെ ഞാൻ അങ്ങനെ കയറി നോക്കിയപ്പം മൊത്തത്തിൽ മേക്കപ്പ് ചെയ്യാനായിട്ട് പോയി, മേക്കപ്പ് ചെയ്യണതും. അപ്പോൾ അതിനെപ്പറ്റി ആളുകൾ റിയാക്ട് ചെയ്ത് അത് അപ്പോഴത്തേക്കാണ് പറയണത് അത് കൊളാബ് ചെയ്തതാണ്. കൊളാബായിരുന്നാലും എന്തായിരുന്നാലും ഒരു മുഖം വൃത്തിയാക്കാൻ തന്നെയാണല്ലോ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തത്. അത് എന്തോ ആയിക്കൊണ്ട് പോട്ടെ. ആ പെൺകുട്ടി ഹിജാബ് ധരിച്ച് വീഡിയോ ചെയ്തതിന് കുറ്റം പറഞ്ഞ അവരെ കാണാം. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിങ് ഹിജാബ്. അത് മനസ്സിൻ്റെ തോന്നലാണ്. ആ ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചത് കൊണ്ടാണ് ജനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത്. അതായത് ആ വീഡിയോ വൈറലായി. അത് ഈ പെൺകുട്ടി ഹിജാബ് ധരിച്ച് കളിച്ചത് കൊണ്ടാണെന്നാണ് അവിടെ പറഞ്ഞത്.
പക്ഷേ അതങ്ങനെയല്ല. അവൾ നല്ലതുപോലെ കളിക്കുന്നത് കൊണ്ടാണ് ആ വീഡിയോ വൈറലായത്. ഡാൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷേ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? ഞാനൊന്ന് ചോദിക്കട്ടെ. ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. ടിക്ടോക്ക് ഉള്ള സമയത്ത് ഈ പറഞ്ഞ വ്യക്തി ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ്. അന്നൊന്നും ഇങ്ങനെ ഈ പർദ്ദയിട്ട് ഇങ്ങനെ വന്നിരുന്ന് വീഡിയോ ചെയ്യൂലായിരുന്നു, അല്ലാതെ തട്ടം മാത്രമേ ഇടുള്ളായിരുന്നു. അന്ന് ആ ഡാൻസ് കളിച്ച പുള്ളിക്കാരിയാണ് ഇപ്പം വന്നിരുന്ന് പറയുന്നത്. അതുപോലെ മേക്കപ്പ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും തന്നെ ഇൻസ്റ്റയിൽ തന്നെ അങ്ങ് മേക്കപ്പ് ഇട്ട് ചുണ്ടിൽ ലിപ്സ്റ്റിക്കൊക്കെ പുരട്ടിയാണ് ഇരിക്കണത്. എന്നിട്ട് ആ ഒരു വ്യക്തിയാണ് വന്നിരുന്ന് ആ ഒരു കൊച്ചുകുട്ടി അവിടെ നിന്ന് ഡാൻസ് അല്ലേ, കൊച്ചാവട്ടെ വലുതും ആവട്ടെ, അത് കളിച്ചതിന് വന്ന് നിന്നും കൊണ്ട് പറയണത്. ഹിജാബിന് അതിൻ്റെതായിട്ടുള്ളൊരു പരിശുദ്ധിയുണ്ട്. ഞാൻ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കാനോ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നാളെ ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഇതേപോലെ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇങ്ങനെ ഹിജാബും ഇട്ടുകൊണ്ട് പർദ്ദയെ ഇട്ട് മക്കനെ ഇട്ടുകൊണ്ട് വന്നിരുന്ന് ഇപ്പൊ ആ പെൺകുട്ടിയുടെ കാര്യമാണ് ഇരുന്നെന്നാണ് പറയുന്നത്. അങ്ങനെ പറയാനും പാടില്ല. അതുപോലെ വീഡിയോ ചെയ്യാനും പാടില്ല, മൊബൈൽ ഉപയോഗിക്കാനും പാടില്ല, ഒന്നും പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഖുർആന് ഓതി നമസ്കരിച്ച് നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുക. എന്തിനാണ് ഇങ്ങനെ വന്നിരുന്ന് ഓരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയണത്? അങ്ങനെ പറയാനും പാടില്ല. സോഷ്യൽ മീഡിയയിൽ അല്ലാതെ തന്നെ പറയാനും പാടില്ല. നമ്മളെ നാക്കുകൊണ്ട് ഒരു ദിവസം ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. ആ സമയത്തിനും ഓതിയും പാടിയും ഇരിക്കണം. ഖുർആൻ ഓതി അങ്ങനെയൊക്കെ ഇരിക്കണം. നമസ്കരിച്ചും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കണം. പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു കുട്ടി ഡാൻസ് കളിച്ചത് കൊണ്ട് മാത്രം വന്നിരുന്ന് പറയണത്? എന്നിട്ട് വീട്ടിൽ ഇരുന്ന് നല്ല കാര്യങ്ങൾ ചെയ്യൂ, പിന്നെ പാവങ്ങളെയൊക്കെ അങ്ങോട്ട് സഹായിക്കൂ. അതൊക്കെയാണ് നല്ല കാര്യങ്ങൾ. പാവങ്ങളെ സഹായിക്കോ, അവർക്ക് എന്താണ് തിന്നാനുണ്ടോ കുടിക്കാനുണ്ടോ കിടക്കാൻ ഇടം ഉണ്ടോ അങ്ങനെയൊക്കെ ചെയ്യേ. അല്ലാതെ ഉള്ള കൊളാബും ചെയ്ത് കിട്ടണതെല്ലാം അങ്ങ് അകത്താക്കി വെച്ചും കൊണ്ട് ഇരുന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നും കൊണ്ട് പിന്നെ കൊളാബ് ചെയ്യണതും എല്ലാം വീഡിയോ ആക്കി ഇടുന്നത്? അപ്പം അവിടെ പണം കിട്ടയില്ലേ? ഓരോ കൊളാബിനും പണം കിട്ടയില്ലേ? ഈ പറഞ്ഞ ആള് തന്നെ വന്ന് കളിക്കുന്നതാണ്. അത് നോക്കിക്കൊള്ളണം. എന്നിട്ടാണ് മറ്റുള്ളവരെ കുറ്റം പറയണത്. A few moments later. അറിവും ബോധവും കൂടിയെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ പറയാതിരിക്കുക. അതാണ് ചെയ്യേണ്ടത്. പിന്നെ അതിനുശേഷവും അന്ന് അതിൻ്റെ അടുത്ത് ഇതെല്ലാം കണ്ട് പുള്ളിക്കാരി ഏറിപ്പോയി. ഏറിൽ പോയപ്പോഴോ ആകെ അങ്ങ് ഇത് പുലിവാല് പിടിച്ചു പോയി. പിന്നെ ന്യായീകരണങ്ങളുമായിട്ട് വന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വന്നിട്ട് ആ പെൺകുട്ടി അവളെ വിളിച്ചു, ആ പെൺകുട്ടിയെ വിളിച്ചു. ആ വിളിക്കണ റെക്കോർഡൊന്നും കേൾപ്പിക്കുന്നില്ല. അല്ലാതെ പുള്ളിക്കാരി അങ്ങോട്ട് പറയണത് മോളെ ഞാൻ വേണമെങ്കിൽ നീ പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിടുന്നു. അല്ലാതെ നെഗറ്റീവ് കമൻറ്റ് വന്നുകൊണ്ടോ റിയാക്ഷൻ വീഡിയോ ചെയ്തത് കൊണ്ടോ ഞാൻ ഡിലീറ്റ് ചെയ്യൂല. പുള്ളിക്കാരിക്ക് ഇത് തോനെ ദിവസമായി ഇതിട്ടിട്ട് എത്രയോ മില്യൺ കഴിഞ്ഞ് പോയി. നല്ലതുപോലെ വരുമാനം അതിൽ നിന്ന് കയറിയത് കൊണ്ട് ഇനി ഞാൻ ഡിലീറ്റ് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഡിലീറ്റ് ചെയ്തു. എന്നിട്ടും ആ പെൺകുട്ടിയെ വിളിച്ചിട്ടും കാണിക്കുന്നതാ അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പറയുന്ന വാക്കാ. അത് കുറച്ചുകൂടെ ഒന്ന് റീച്ച് കയറണം എന്നിട്ട് ഡിലീറ്റ് ചെയ്യാമെന്ന്. എങ്ങനെ ഉണ്ട്? അതാണ്. അപ്പോൾ എന്തിനാണ് ഇത് കാണിച്ചത്? പണത്തിന് വേണ്ടിയല്ലേ? കുറച്ച് ആളുകൾ അറിയുകയും കൂടെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇവിടെ ഇതെടുത്തിട്ട്. അല്ലെങ്കിൽ എത്രയോ പേര് ഡാൻസ് കളിക്കുന്നവരുണ്ട്. അവരെ ആരും പറയുന്നില്ലല്ലോ. തട്ടമിട്ട് ഡാൻസ് കളിക്കുന്നവർ എത്രയോ പേരുണ്ട്.
ഈ തട്ടമിട്ട് ഈ പർദ്ദയൊക്കെ ഇട്ടിട്ട് പറയുന്നുണ്ടല്ലോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പർദ്ദയൊക്കെ ഇട്ടിട്ട് എന്തെല്ലാം വാക്കുകളാണ് ആളുകൾ പറയണത്. എന്റെ മുഖത്ത് ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് സോപ്പ് ഫോം ആണോ? അല്ല, ഇതാണ് കാർബോക്സി തെറാപ്പി ഫേഷ്യൽ. ഈ ഒരു ഫേഷ്യൽ കൊണ്ട് നമ്മുടെ സ്കിൻ ഡീറ്റോക്സിഫൈ ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സഹായിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഇബ്തിസാം മെഡിക്കൽ സെന്ററിലാണ് കേട്ടോ. സ്ഥിരമായി ഞാൻ ഇവിടെ നിന്നാണ് ഫേഷ്യൽ ചെയ്യാറുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ കാർബോക്സി തെറാപ്പി ഫേഷ്യൽ? മുഖം മിനുക്കാൻ പോയി കിടക്കുകയാണ്. കൊളാബ്. എന്താണ് കൊളാബ്? അത് പണം കിട്ടണതല്ലേ. അപ്പൊ കൊളാബിന് എന്തും ചെയ്യാം. പണം കിട്ടുന്ന പരിപാടിക്ക് എന്ത് വേണോ ചെയ്തു കൊടുക്കാം. ശരിയാണ്, തലയിൽ തട്ട ഇട്ടിട്ടുണ്ട്. ഒരു തട്ട അങ്ങനെ വെച്ചത് കൊണ്ടൊന്നും ആവൂല. അതാദ്യം മനസ്സിലാക്കണം. കൊളാബ് ചെയ്യാനാണ് ഞാൻ പോയി ഇങ്ങനെ മുഖം മിനുക്കാൻ കിടക്കണത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ബെസ്റ്റ് പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ജെൽ ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു തെറാപ്പിയാണിത്. കാർബൺ ഡൈ ഓക്സൈഡ് ജെൽ ഫേസ് മാസ്കും LED ലൈറ്റും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്സിജൻ ഡീപ് ക്ലെൻസിംഗ് മാസ്ക് അപ്ലൈ ചെയ്യാണ്. കാണുമ്പോൾ ജെൽ അങ്ങനെ ഉണ്ടെങ്കിൽ മുഖം മിനുക്കാനേ പാടില്ല. ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് തേക്കാൻ പാടില്ല. കണ്ട, ലിപ്സ്റ്റിക്ക് കട്ടിക്ക് ചുമപ്പിച്ച് തേച്ചുകൊണ്ടാണ് കിടക്കണത്. ഭയങ്കര ഇബാദത്തും കാര്യങ്ങളും പറയുന്ന ആളാണല്ലോ, മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആളാണല്ലോ. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ ചെയ്യുന്നത്? അതുകൊണ്ട് മിണ്ടാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മിണ്ടാതിരിക്കുക. ആദ്യം നല്ല കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യും. എത്രയോ പേര് വെള്ളം കുടിക്കാതെയൊക്കെ അവിടെ എവിടെയും കിടക്കണം. അവരെയൊക്കെ ഒന്ന് നോക്ക്. എത്രയോ പാവങ്ങൾ കിടക്കണ്. അവർക്കൊക്കെ വല്ലതാ കൊട് നിനക്കൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ അതൊക്കെയാണ് നല്ല പുണ്യപ്രവൃത്തി എന്ന് പറയണത്. അല്ലാതെ ഇങ്ങനെ വന്നിരുന്നും കൊണ്ട് 10 പേരെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പുണ്യപ്രവർത്തികൾ ചെയ്യാദ്യം തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നോക്കി ഇതേപോലെ സോപ്പ് ഫോം ആയിട്ട് നമ്മുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കും. സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ ക്രിസ്മസ് പപ്പനെ പോലില്ലേ. സംഭവം കാണാൻ ഫണ്ണിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബബിൾ ഓക്സിജൻ ക്ലെൻസിംഗ് മാസ്ക് ഭയങ്കര ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഏകദേശം 15 മിനിറ്റോളം ഈ ഒരു ഓക്സിജൻ ഡീപ് ക്ലെൻസിംഗ് മാസ്ക് നമ്മുടെ മുഖത്ത് വെച്ച ശേഷം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് മാറ്റുകയാണ്. സ്കിൻ എൻഹാൻസ് ചെയ്യാനും അതിന്റെ എലാസ്റ്റിസിറ്റി, ലിഫ്റ്റിംഗ്, ഫേമിംഗ്, ബ്രൈറ്റനിങ് എല്ലാത്തിനും ഈ ഒരു ഫേഷ്യൽ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് മെയിൻ സ്റ്റെപ്പ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ജെൽ മാസ്ക് മുഖത്തിട്ട ശേഷം LED ലൈറ്റ് വെക്കുകയാണ്. ഇതാണ് ഫൈനൽ റിസൾട്ട് കേട്ടോ. നല്ലൊരു മാറ്റം എന്റെ ഫേസിൽ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാം. ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു കാർബൺ തെറാപ്പി ഇത് ലിപ്സ്റ്റിക്ക് ഇട്ട് മുഖം മിനുക്കിയതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇതിൽ നിന്നും പണം കിട്ടും. അതുകൊണ്ട് പണത്തിന് വേണ്ടി എന്ത് തെണ്ടിത്തരവും കാണിക്കും എന്നുള്ളത് അവിടെ തെളിഞ്ഞ ആ പെൺകുട്ടിയെ അവർ തങ്ങളിൽ വിളിച്ചിട്ട് പറയുന്ന വാക്കുകളാണ്. അങ്ങനെ ദീനിത്താത്ത വീഡിയോ മുക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ താത്താനെ തെറ്റിദ്ധരിക്കേണ്ട, ആള് സ്കേഡ് ആയിട്ടൊന്നുമല്ല. ആ കുട്ടിക്ക് ബുദ്ധിമുട്ടായത് കൊണ്ട് വീഡിയോ ഡിലീറ്റ് ആക്കുന്നു എന്നാണ് താത്ത പറഞ്ഞിട്ടുള്ളത്. നമുക്കതൊന്ന് പൊളിച്ചു കൊടുക്കണ്ടേ? ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചു. അത് ശരിയാണ്. ആ കുട്ടിക്ക് അത് ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, നാണക്കേട് കൊണ്ട് മുക്കിയതാണ്. പുള്ളിക്കാരിക്ക് സൈബർ ബുള്ളിങ്ങിൻ്റെ അങ്ങേറ്റമാണ് വന്നത്. പിന്നെ ആവശ്യമില്ലാത്ത വാക്കാണ് പറഞ്ഞത്. ഇത്രയും വർഷം ഒക്കെ കാണിച്ച് ഡാൻസും കളിച്ച് കൊളാബും ചെയ്ത് പണം നല്ലതുപോലെ അങ്ങോട്ട് സമ്പാദിച്ചതിന് ശേഷം ആ കുട്ടി ഒത്തിരി ഒന്ന് ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും ഒന്ന് ചെയ്യണവരെ മണ്ടയിലോട്ട് കയറാനായിട്ട് ചെന്നിരിക്കുന്നു. ആ തലയ്ക്ക് മീതെ പണം വന്ന് മറിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവരെ എന്തും പറയാമെന്ന് അങ്ങ് വിചാരിച്ച്, അതങ്ങ് മനസ്സിലിരിക്കട്ടെ എന്ന് ജനങ്ങളും വിചാരിച്ചു. സംഭവം ശരി, ആള് പറഞ്ഞിട്ടുണ്ട്. ബട്ട് അതിന്റെ റൂട്ട് മാപ്പ് നമുക്കൊന്ന് നോക്കിയാലോ? 1, താത്ത വീഡിയോ ഇടുന്നു, റീച്ചിനോടൊപ്പം ശൂന്യാകാശത്തേക്ക് പോകുന്നു. 2, കിട്ടുന്ന ട്രോള് കൂടി വന്നപ്പോൾ സഹിക്കെട്ട് നമ്മുടെ സ്വന്തം ദീനി താത്ത അടുത്ത വീഡിയോ ഇറക്കുന്നു. ആ കുട്ടി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ആ വീഡിയോയിൽ ആ കുട്ടി മാന്യമായിട്ട് കമന്റ് ഇടുന്നു, നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടൊന്നും അല്ല എന്നെ ഉപദേശിച്ചത്. സോ ഞാൻ പബ്ലിക്കായിട്ട് തന്നെ പറയുന്നു, വീഡിയോ ഡിലീറ്റ് ചെയ്യൂ. ദീനിത്താത്തക്ക് ഇതൊന്നും പോരാ. പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മാത്രം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞ നമ്മുടെ അത് നല്ലതുപോലെ പറഞ്ഞതിന്റെ പേരിലാണ് അത് ഡിലീറ്റ് ചെയ്തത്. എന്നിട്ടും പറയണം അത് ഞാൻ ഡിലീറ്റ്. എനിക്ക് കുറച്ചുകൂടെ റീച്ച് കയറണം, എനിക്ക് പണം കുറച്ചുകൂടെ വന്ന് കയറണം, ഡോളർ കയറണ്ടേ. സ്വന്തം ദീനി ഹിജാബ് താത്ത ആ കുട്ടിക്ക് ഉളുപ്പില്ലാണ്ട് പോയി അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു, എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്ന്. താത്ത അതിനുശേഷം അവര് തമ്മിൽ നടന്നുള്ള കോൺവെർസേഷൻ ഞാനായിട്ട് പറഞ്ഞ ത്രില്ല് കളയണോ? നിങ്ങൾ തന്നെ ചെറിയ വാർത്ത കേട്ട് നോക്ക്. താത്ത, നിങ്ങൾ എന്റെ അടുത്ത് ലെറ്റർ വാങ്ങിയിട്ടല്ലോ പോസ്റ്റ് ചെയ്തത്. ഇട്ട അതേ പോസ്റ്റിൽ അതേ കമന്റ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്യണം, അത്രയൊക്കെ മതി. ഐ എം ലീസ്റ്റ് ബോർഡർ അബൌട്ട് അതർ പീപ്പിൾ. പക്ഷേ ഇത്രത്തോളം ആളുകൾ സംസാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ദേ വിൽ ഡെഫിനറ്റ്ലി തിങ്ക് ഐ എം സ്കെയർഡ് ഓഫ് ദം. അത് അല്ലാന്ന് പ്രൂവ് ചെയ്യേണ്ടത് എന്റെ ഇന്റഗ്രിറ്റിയുടെ ഭാഗമാണ്. ഇത്രത്തോളം ആളുകൾ സംസാരിച്ചപ്പോൾ ഇനി ഞാനത് ഡിലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നാണക്കേടാവും. അയ്യോ,
വെറി അബൌട്ട് ദാറ്റ്. ഞാനൊരു 1 വീക്ക് കഴിയുമ്പോൾ ഇൻഷാല്ലാ ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തേക്കാം. 1 വീക്ക് കൂടിയുള്ള റീച്ച് കിട്ടാനായിരിക്കൂല അല്ലേ? എന്നെ കൊണ്ട് കിട്ടുന്ന റീച്ചൊക്കെ കിട്ടി, എല്ലാ ചൂട് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഡിലീറ്റ് ആക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ പൊന്നു ദീനി താത്ത, നിങ്ങളെ പോലെ ഒരു താത്ത. ഒരാഴ്ചത്തെ റീച്ചും കൂടെ നക്കി തിന്നാനായിരുന്നു താത്തയുടെ പ്ലാനെങ്കിലും അത് നടന്നില്ല. ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി, നിങ്ങളെ ട്രോളിയ എല്ലാവരും സ്വർഗത്തിലെത്തും, എന്നാൽ നിങ്ങള് ആ പരിസരത്ത് പോലും ഉണ്ടാവില്ല. കറക്റ്റ്. കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവരാണ് കുറച്ചുകൂടെ റീച്ച് കിട്ടണമെന്ന്. ആ ഹിജാബും കെട്ടിക്കൊണ്ടാണ് ഇരുന്ന് പറയണത് എനിക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടണം, അതും കൂടെ കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ഡിലീറ്റ് ആക്കുള്ളൂ. അപ്പോൾ മുബിത്താത്ത നമുക്ക് തുടങ്ങിയാലോ? നല്ല ചുണ്ട് കേട്ടാ, നമ്മളെ ചുണ്ടും കവിളും ഒക്കെ കാണാം, നല്ല സൂം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിൽ ഭയങ്കര അനുവദനീയമാണ്. ഇത് ചെന്ന് പിന്നെ മേക്കപ്പ് ചെയ്യാൻ കിടക്കുമ്പോൾ അതിൽ ഓരോരുത്തരെയും കമൻറ്റുകളാണ്. ഹിജാബും ധരിച്ചും കൊണ്ടാണ് ചെന്ന് മേക്കപ്പ് ചെയ്യാൻ കിടക്കണേ, എന്നിട്ടാണ് മറ്റുള്ളവരെ കുറ്റം പറയണത്. ഡാൻസ് കളിച്ചാലോ പാട്ട് പാടിയാലോ വേറെ എന്ത് ചെയ്താലും കുറ്റം പറയണത് നിർത്തി. ഇനി അങ്ങ് കുറ്റം പറയാതെ നല്ല കാര്യങ്ങൾ വന്നിരുന്നു, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യേ. എന്തിനീ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഞാൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയണത്? അത് തന്നെ തെറ്റല്ലേ? ഇത്തിരി തലയിൽ ഇങ്ങനെ ചുറ്റിക്കെട്ടി വെറുതെ ഇട്ടത് കൊണ്ടൊന്നും ഒന്നും ആവൂല. നമ്മളെ വായിക്കിടക്കണ നാക്കുകൊണ്ട് നല്ല കാര്യങ്ങൾ പറയുകയും നമ്മളെ കൈ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും മനസ്സ് നല്ല കാര്യങ്ങളിലോട്ട് പോകണം. ചിലരെ ചിന്താഗതിയുണ്ട്, വെറുതെ ഇട്ട് മക്കനെ ഇട്ടുകൊണ്ട് കിടന്നിട്ട് അങ്ങനെ നടക്കുമ്പോൾ എന്തോ കിട്ടിയത് പോലെയാണ്. ഒന്നും കിട്ടിയതായില്ല. അങ്ങനെ നടന്നത് കൊണ്ടോ 5 നേരം നമസ്കരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇരുന്ന് ഓതിയത് കൊണ്ടോ ഒന്നും ആയില്ല. ഒരു ദിവസം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ തന്നെ അത് തന്നെ അവിടെ അങ്ങ് സ്വീകരിക്കുന്നതാണ്. ഒരു തെറ്റെങ്കിലും ഈ വെറുതെ ഇട്ടുകൊണ്ട് നടക്കണവർ ചെയ്യാതിരിക്കോ? ചെയ്യൂലേ? അവരെ വാ കൊണ്ട് ഒരു വാക്കെങ്കിലും പറയാതിരിക്കോ? പറയൂലേ? പറയണത് നുണകളാണ് പറയണത്. ഫുള്ള് നുണകളാണ് പറയണത്. എന്നിട്ടാണ് വന്നിരുന്നും കൊണ്ട് ന്യായീകരിക്കണത്. ഇനി അങ്ങ് നിർത്തി ന്യായീകരണങ്ങൾ. നമ്മളെ ചുണ്ടൊക്കെ ഇങ്ങനെ കാണിക്കണത് അന്യാണുങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്നും തോന്നൂല. പിന്നെ ഈ ഡ്രസ്സ് പല മോഡലുകളിൽ ഇട്ടിട്ട് ശരിക്കും ഇസ്ലാമിക് ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്വന്തം ഭർത്താവ് കണ്ട നല്ല മേക്കപ്പുള്ള നല്ല ചിറവ് വെച്ച ഡ്രസ്സൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് അറുമാതിച്ച് ഇത്രയും നാള്. എന്നിട്ടിപ്പം ഏറെ പ്രായം ചെന്നപ്പം വന്നിരുന്ന് മറ്റുള്ള കുട്ടികളെ കുറ്റം പറയണ്. അതിനൊക്കെ സന്തോഷമായിട്ട് ജീവിക്കണ്ടേ? നിങ്ങളൊക്കെ ഇത്രയും വർഷം വരെ അങ്ങനെയൊക്കെ ജീവിച്ചല്ലോ. പിന്നെ എന്തിനാണ് ഇനി മറ്റുള്ള കുട്ടികൾ? അവർ ജീവിക്കട്ടെ. അവർ തുണി ഉടുക്കാതെ മുഴുവൻ കാളയായിട്ടൊന്നും അല്ലല്ല നടക്കണത്. അവർ തുണി ഉടുത്ത് മര്യാദയ്ക്ക് തന്നെയല്ല നടക്കണത്. അവൻ്റെ സഹോദരൻ്റെ ഫ്രണ്ടിൽ പോലും നമ്മൾ ചെന്ന് നിൽക്കാൻ പാടില്ല. അതിനു പോലും ഒരു അനുവദനീയമല്ലാത്തൊരു മതമാണ് ഇസ്ലാം മതം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ദുനിയാവിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ആ ഡ്രസ്സൊക്കെ ഇട്ട് എന്തോ അടിച്ചു പൊളിച്ചു ലിപ്സ്റ്റിക്കൊക്കെ പെരട്ടി എന്തെല്ലാം കാണിച്ചാണ് നിൽക്കണത്. എന്താണ് ഇത്? കൊളാബ്. ഇതിനെന്താണ്? ഇതിന് പണം കിട്ടും. അതുകൊണ്ട് എന്തും കാണിക്കാം. പണം കിട്ടുന്നതായിട്ട് എന്തും കാണിക്കാം. ഒരുപാട് കഴിവുള്ള പെണ്ണുങ്ങൾ കണ്ടില്ലേ, ചന്തിയൊക്കെ പുറത്ത് കാണിച്ചിട്ട് താത്ത നാണ്ട ജീൻസൊക്കെ ഇട്ടിട്ട് കാണിക്കുന്നുണ്ട്. കണ്ടോ? എല്ലാവരും ഒന്ന് കണ്ടോളി. ഞാൻ പറയണ്ടെന്ന് വെച്ചതാണ്. ന്യൂ ജനറേഷനിൽ ജീവിക്കുന്നവർ ജീവിച്ചോട്ടെ, അവരവർത്ത് മറച്ച് ജീവിക്കുന്നവരെ ഒന്നും പോയി ശല്യപ്പെടുത്തൽ. കണ്ട അറുമാതിച്ചിട്ട് ഇപ്പം വന്നിരുന്നും കൊണ്ട് ന്യായീകരിക്കണം. നമ്മളെല്ലാം തികഞ്ഞ മനുഷ്യരല്ല. പിന്നെ നീ പറയുന്നത് കൊളാബ് ചെയ്തവന് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല എന്നാണെങ്കിൽ അത് വെറും തെറ്റ്. നീ നഷ്ടപരിഹാരം കൊടുത്തിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി. വാങ്ങിച്ച പൈസ അങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. കേട്ടാ മോളെ? ഇങ്ങനെ ആരെ ഇതൊക്കെ ഇപ്പം ഈ കണ്ട വീഡിയോയൊക്കെ അത്രയ്ക്ക് ദീന് തലയ്ക്ക് കയറിയിട്ടാണ് ചുണ്ടിൽ ലിപ്സ്റ്റിക്കൊക്കെ പെരട്ടി മുഖമൊക്കെ മിനുക്കാൻ പോയി കിടക്കണത്, ഇതുപോലെ ഡാൻസ് കളിക്കണത്. ആ ഒരു വ്യക്തിയാണ് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയണത് വന്നിരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, വീട്ടിലിരുന്നും കൊണ്ട് ഓതിയും പാടിയും നിസ്കരിച്ചും പടച്ചോനെ വിളിച്ചൊക്കെ നല്ല രീതിക്ക് ഇരിക്കാൻ നോക്കുക. എന്തിനാണ് പിന്നെ വന്നിരുന്ന് പണത്തിന് വേണ്ടി ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കൊളാബ് ചെയ്യണം, ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്? കൊളാബ് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ഫുള്ള് മുഖം മിനുക്കിയാണ് വന്നിരിക്കണത്. മുഖം വെളിയിൽ കാണിക്കാൻ പോലും പാടില്ല. മുഖം എന്ന് പറഞ്ഞാൽ കണ്ണ് മാത്രം കാണിക്കാം, ബാക്കിയുള്ളിടം മൊത്തം മറയ്ക്കണം. കണ്ണ് മാത്രം കാണിക്കണം. ഇത് മൊത്തത്തിൽ ഇത് ഇങ്ങനെ തുറന്ന് വെച്ചും കൊണ്ട് വന്നിരുന്നും കൊണ്ട് ആണ് മറ്റുള്ളവരെ ഓരോന്ന് പറയണത്. ആ കുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? ഞങ്ങൾക്കൊന്നും തോന്നുന്നില്ല അത് തെറ്റ് ചെയ്തതായിട്ട് തോന്നില്ല. മാന്യമായ ഡ്രസ്സ് ഇട്ട് ഡാൻസ് കളിച്ചു, അതിനാണ് ഇത്രയും ഇത് എയറിൽ കയറിയല്ലോ. ആദ്യം സ്വന്തം കാര്യം നല്ലതുപോലെ നോക്കുക.